ചൂണ്ടൽ മണ്ഡലം 5-ാം വാർഡിലാണ് ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ ചൂണ്ടൽ മണ്ഡലം 5-ാം വാർഡിലുള്ള പര്യടനമാണ് ഇന്ന്. സാർ, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? വളരെ നല്ല രീതിയിൽ തന്നെ 40-41 സജീവമായി പ്രവർത്തനത്തിന് മുന്നിലാണ്. ഇന്നലെ തന്നെ മുരളി വരുന്നിടത്ത് ഫ്ലക്സുകൾ, മാല, കൊടികൾ എല്ലാം കെട്ടി വളരെ ഭംഗിയായിരിക്കുകയാണ്. എല്ലാവരും വളരെ സഹകരണമാണ്. സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ലീഡർ കരുണാകരൻ മുതൽ നമ്മുടെ ലീഡർ കെ മുരളീധരന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. അദ്ദേഹം വരുന്ന പ്രതീക്ഷയോട് എല്ലാവരും, എല്ലാ ജനങ്ങളും ഇവിടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരമായിട്ട് ഇവിടെ പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. പ്രതീക്ഷിക്കുന്നു. അതെ, എത്ര കണ്ടമാനം ആളുകളുണ്ടല്ലോ. എത്ര വൈകിയാലും കണ്ടിട്ടേ പോകും. അതാണ് നമ്മുടെ ഈ ബൂത്ത് മുരളീധരനെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്നു. വൻ വിജയം. ഇലക്ഷൻ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം, ഒരു ബൂത്ത് എന്ന് പറയുന്നത് 40-41 ബൂത്താണ്. അതായത് അത് അത്രയും കോൺഫിഡൻസ് ലെവലിലാണ് പറയുന്നത്. വളരെ സജീവമാണ്. മുന്നണി ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ആവേശം അദ്ദേഹം. അതുകൂടാതെ നമ്മുടെ ഈ വാർഡിലെ ഏറ്റവും വലിയൊരു സംഘാടകൻ, അത് ഒരു നേതൃത്വ പാഠമുണ്ട് അദ്ദേഹത്തിന്. ഒരു നേതൃത്വ പാഠമുള്ള വ്യക്തിയാണ്. സംഘാടകനാണ്. ചിഹ്നം കൈപ്പറ്റി അടയാളത്തിലോട്ട് ചെയ്യുക. അഞ്ചാം വാർഡിൽ ഇലക്ഷൻ പ്രവർത്തന രംഗത്തെ UDFന്റെ എല്ലാ ഘടകകക്ഷികളും കൂടെയുണ്ട്. അതിൽ ലീഗിൻ്റെ പ്രധാന നേതാക്കളാണ് ഇപ്പോൾ മുരളിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നത്. മുരളി, സ്ഥലങ്ങളിലെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും. എന്തായിരുന്നാലും നല്ല സംവിധാനമാണ്. ചൂണ്ടൽ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ആളുകളും നേതാക്കളും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് അടുത്ത് ആയമുക്കിലെത്തിയിട്ടുണ്ട്. ഇനി മണലി കഴിഞ്ഞാൽ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നാലും ഇവിടുത്തെ 5-ാം വാർഡിലെ UDFൻ്റെ പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തുണ്ട്. നമ്മുടെ കെ മുരളീധരൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 26-ാം തീയതി പോകുമ്പോൾ എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ ജനാധിപത്യ വിശ്വാസം നിലനിർത്താൻ വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. നമ്മളെ മുരളിയെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരിക്കുമല്ലോ അല്ലേ? പ്രവർത്തകരെല്ലാവരും ഗംഭീര ആഘോഷത്തിലാണ്. ഞങ്ങൾ വരവ് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും ഊട്ടിയുറപ്പിച്ച് മുരളീധരന്റെ പോരാട്ട പ്രവാഹമിതായി വാഹനത്തിന്റെ തൊട്ടുപറകിലായി ഈ ചുറ്റുമെല്ലുന്ന വേദിയും പടിഞ്ഞാറുകളിൽ കാത്തു നിൽക്കുന്ന അമ്മമാരുടെയും കുഞ്ഞുമാരുടെയും കൈപ്പുണ്യങ്ങളും പ്രാർത്ഥനകളും മതേതര ഇന്ത്യയുടെ കാവൽക്കാരനായി ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ നേരിൽ കണ്ട് കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായി മതേതര ഇന്ത്യയുടെ കാവൽക്കാരനായി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി
ചെയർമാൻ കെ നസറുദ്ദീൻ, ചെയർമാൻ ജമാൽ മാസ്റ്റർ, കൺവീനർ സലീം ടി.എം, കൺവീനർ ബിജു സി.കെ, ബൂത്ത് പ്രസിഡന്റ് അഷ്കർ, ബൂത്ത് പ്രസിഡന്റ് എൻ.കെ. ഹംസ, ഇൻകാസ് പ്രതിനിധി കെ.എം. ഷംസുദ്ദീൻ, കൺവീനർ ആരിഫ്, കുഞ്ഞിപ്പാൻ മൊയ്തുട്ടി, ഹബീബ് റഹ്മാൻ, അബ്ദുള്ള മാസ്റ്റർ, ബിനി ക്ഷണിച്ചു നിർത്തുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി നിങ്ങൾ നേരിൽ കണ്ടുപോത്ത അഭ്യർത്ഥിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഒരു പരിഹാരവുമാണ്. ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ അഭിമാന മുന്നണിയിലെ എല്ലാ കക്ഷികളും ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി മാത്രം അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ട് അത് BJP-യുമായി ഒരു രഹസ്യ ധാരണയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുകയാണ്. കരുവണ്ണൂർ ബാങ്കിലെ കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിക്കെതിരായി വന്ന അഴിമതി ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പക്ഷേ അതിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്തെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടെ പരാജയപ്പെടുത്തണം. ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദിയുടെ സർക്കാർ കൊണ്ടുവന്ന ഉൾപ്പെടെയുള്ള എല്ലാ കരിനിയമങ്ങളും കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമല്ല. അത് ഇന്ത്യ മുന്നണിയുടെ നയമാണ്. ആ നയം നടപ്പാക്കും. നിങ്ങൾ കേന്ദ്രത്തിൽ കൈയടയാളം നടക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ സ്നേഹം നിറഞ്ഞ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഭാരത്, ജയ് ഹിന്ദ്. വികസനത്തിനും സമാധാനത്തിനും കാവലാളായി നിലകൊള്ളുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മുരളീധരന്റെ പോരാട്ട പ്രവാഹം കടന്നു വരികയാണ്.